പ്രിയ സുഹൃത്തെ, ഇന്നേ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് റിട്ടയർമെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇപ്പൊ 58 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സായിരിക്കും. പക്ഷെ ആക്ച്വലി റിട്ടയർമെന്റ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മളുടെ ജോസിച്ചനെ തൊമ്മിച്ചനെ അവരെ വെച്ച് തന്നെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ജോസിച്ചനുണ്ട്. ജോസിച്ചൻ ഇപ്പൊ നിലവിൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സായി. അപ്പൊ നിലവിൽ ഏകദേശം ഒരു 10-20 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ഗൾഫിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഗൾഫിൽ നിന്ന് ജോലി ഒക്കെ എക്സിറ്റ് ചെയ്തു. കാരണം കമ്പനി പോളിസി പ്രകാരം അദ്ദേഹത്തിന് അവിടെ 60 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇപ്പൊ ഇദ്ദേഹം നാട്ടിലേക്ക് വന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ നോ സാലറി ഇദ്ദേഹത്തിന് ഇല്ല. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പൊ മന്ത്ലി എക്സ്പെൻസ്, അതിപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് മന്ത്ലി എക്സ്പെൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും. ആ എക്സ്പെൻസ് എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് റിട്ടയർമെന്റിന് വേണ്ടിയുള്ള ഒരു കോർപ്പസും ഇദ്ദേഹം കണ്ടെത്തിയിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരു ഇൻകം സോഴ്സും നിലവിൽ ഇദ്ദേഹം ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇദ്ദേഹം ഇപ്പൊ വീട് വെക്കാൻ വേണ്ടിയും കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയൊക്കെ ലോൺ എടുത്തിരുന്നു വെച്ചു. ആ ലോണെല്ലാം ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഇവിടെ ഏജ് വയസ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോസിച്ചൻ റിട്ടയർഡായി. ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി ഇദ്ദേഹത്തിന് ഇവിടെ ജോലി ചെയ്യാതെ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ ഒരു സമയത്തും ഇദ്ദേഹം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ജോലി, അത് ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകാതെ ഇദ്ദേഹത്തിന് ജീവിച്ച് പോകാൻ പറ്റില്ല. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു വ്യക്തി, ഇദ്ദേഹത്തിന്റെ പേര് നമ്മുടെ തൊമ്മിച്ചൻ. അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 50 വയസ്സുള്ളൂ. 50 വയസ്സേ ഏജുള്ളൂ. ഇദ്ദേഹത്തിന് ഇപ്പൊ നിലവില് പ്രത്യേകിച്ച് ലോണൊന്നുമില്ല. ലോണൊന്നും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഓൾറെഡി പ്ലാൻഡ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട റിട്ടയർമെന്റിന് വേണ്ടിയുള്ള കോർപ്പസ് ഇദ്ദേഹം ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്ത് സാലറി ഇപ്പൊ ഗൾഫിൽ കിട്ടുന്നോ അതിനേക്കാൾ കൂടുതൽ വരുമാനം എല്ലാ മാസവും കിട്ടാനുള്ള പൊസിഷൻസ്, അതായത് ഒരു മന്ത്ലി ക്യാഷ് ഫ്ലോ ഇദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികളെ നമ്മൾ കണ്ടു. ഒന്ന് ജോസിച്ചൻ, പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 60 വയസ്സായി. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു മന്ത്ലി ഇൻകം സോഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് പ്രായം 50 ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ രണ്ട് പേരിൽ ആരാണ് ശരിക്കും റിട്ടയർഡ് ആയത്? ജോസിച്ചനാണോ തൊമ്മിച്ചനാണോ? പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോസിച്ചനാണ്. പക്ഷെ ഫിനാൻഷ്യൽ പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊമ്മിച്ചനാണ് റിട്ടയർഡ് ആയത്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് എന്നുള്ളത് ഒരു പ്രായമല്ല. റിട്ടയർമെന്റ് എന്നുള്ളത് ഫിനാൻഷ്യൽ പൊസിഷനാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ചൻ ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്, റിട്ടയർമെന്റ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. റിട്ടയർമെന്റ് 360 ഡിഗ്രി വിത്ത് തൊമ്മിച്ചൻ എന്ന പുതിയ സീരീസിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. പണ്ട് നമ്മൾ മനസ്സിൽ റിട്ടയർമെന്റ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് സർവീസിലും മറ്റൊക്കെ ജോലി ചെയ്തിരുന്ന വെച്ച ആൾക്കാരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരെ ഏകദേശം ഒരു 58 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യും. അതിനുശേഷം റിട്ടയർഡ് ആവും. അവർക്ക് എല്ലാ മാസവും പെൻഷൻ കിട്ടും. അവരെന്ത് ചെയ്യും? വീട്ടിലൊന്ന് ഒതുങ്ങിക്കൂടി ജീവിക്കും. ഇപ്പൊ പേരക്കുട്ടികളെ എല്ലാം കളിപ്പിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന യാത്രക്കൊക്കെ പോയി അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു റിട്ടയർമെന്റ് ആണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്. അതൊരു പഴയ ജനറേഷൻ എല്ലാവരും ഏകദേശം ആ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാഴ്ചപ്പാടിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ഇന്ന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പണത്തിന് വേണ്ടി പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രാവൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ളവരെ കോച്ചിങ് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇപ്പൊ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്നതല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പണത്തിന് വേണ്ടി പണിയെടുക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മളുടെ സമയം കൊടുക്കാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ റിട്ടയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് അതിനു വേണ്ട ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്.
അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ സാലറി നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. ഈ സാലറി എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ടെമ്പററി ആണ്. എപ്പോ വേണമെങ്കിലും നിൽക്കാം. ഇപ്പൊ നമ്മൾ നാളെ സമയം കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, സ്കിൽ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ സാലറി സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് ഈ ടെമ്പററി നമുക്ക് കിട്ടുന്ന ഈ സാലറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൈസ കൊണ്ടുപോയി അസറ്റിന് വേണ്ടി റിയൽ എസ്റ്റേറ്റിൽ മാത്രം കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ലിക്വിഡിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അതിനനുസരിച്ചുള്ള അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളൊരു പ്ലാൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യണം. ഈ അസറ്റിൽ നിന്ന് നമുക്കൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ ഇൻകം വെച്ചിട്ട് നമ്മൾ ഒരു പ്രൈഡായിട്ട്, അതായത് മറ്റുള്ളവരെ ആരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏജ് എന്ന് പറഞ്ഞാൽ ഇറലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എപ്പോൾ എത്താൻ സാധിക്കുന്നു? അതായത് ഇപ്പൊ നമ്മൾ ഇൻകം, ഇപ്പൊ നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്റെ ലൈഫ് സ്റ്റൈലിനെ, എന്റെ ആഗ്രഹങ്ങളെ, എന്റെ സ്വപ്നങ്ങളെ ഒരു തരത്തിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതാണ് ആക്ച്വലി റിട്ടയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 43 ആണ്, 41 വയസ്സ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ കമ്പനി ചെന്നില്ലെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കും, എനിക്ക് ഇൻകം കിട്ടും. അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഈവൻ അടുത്തൊരു വർഷം ഈവൻ എന്റെ ഓഫീസ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പോലും എന്റെ വരുമാനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ എന്റെ കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ എല്ലാ മാസവും ധ്യാനത്തിന് പോകും. എല്ലാ മാസവും ഒരു 4-5 ദിവസമെങ്കിലും ധ്യാനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോകാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വർഷത്തിൽ ഇപ്പൊ ഒരു 4-5 തവണയെങ്കിലും ഞാൻ യാത്ര പോകാറുണ്ട്. ഇപ്പൊ ഈ വർഷം തന്നെ ഓൾറെഡി ശ്രീലങ്ക പോയി, ചൈന പോയി, ഇനി അടുത്ത മാസം മാലദ്വീപ് പോകാൻ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 രാജ്യങ്ങളെങ്കിലും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് ഇപ്പൊ 43ാമത്തെ വയസ്സിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്റെ സമയം എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ പണിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ട സാഹചര്യമില്ല. എനിക്ക് വേറെ സോഴ്സുകളിൽ നിന്ന് വരുമാനമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കമ്പനിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇത് നമ്മളുടെ ഒരു ക്ലോക്കാണെന്ന് വിചാരിച്ചു. ഈ ഒരു ക്ലോക്കിൽ ഇപ്പൊ നല്ലൊരു ഭാഗം നമ്മൾ ഉറങ്ങി തീർക്കും. അതിനുശേഷം കുറെ സമയം നമ്മൾ ട്രാവൽ ചെയ്ത് പോകും. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ ഫാമിലി ആയിട്ട് ഇത് പോകും. ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും. അപ്പൊ നോർമൽ സിറ്റുവേഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റണമെന്ന് നിർബന്ധമില്ല. ചിലവരെ സംബന്ധിച്ച് ജോലി എന്നുള്ളത് വലിയൊരു പാഷനാണ്. അവരെ സംബന്ധിച്ച് ആ ജോലി ചെയ്യാം. പക്ഷെ പണത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന്, അതിപ്പോ ചിലപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി തന്നെ ചെയ്യുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുക എന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സർവീസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൃഷിപ്പണി ചെയ്യുക എന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറെ സ്ഥലത്ത് ട്രാവൽ ചെയ്യുക എന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ ലെവലില് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക എന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വീട്ടിൽ ഇപ്പൊ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കളിപ്പിച്ച് ജീവിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ആ ഒരു കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു അവസ്ഥയാണ്, അതിനു വേണ്ട ഒരു ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ നേടേണ്ടത്. അപ്പൊ നമുക്ക് ഇത് നേടണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ഫൗണ്ടേഷൻ ഉണ്ട്. ഇതുമായിട്ട് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട 4 ഫൗണ്ടേഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെറ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ആ ഒരു ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, അതിന്റെ EMIs അടക്കേണ്ട ഒരു പ്രഷർ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
അപ്പോൾ നമ്മുടെ ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി അടുത്തത് രണ്ടാമതായിട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റിയാണ്. ഇപ്പൊ നമുക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഹോം റിപ്പയർ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മൾ എപ്പോഴും കണ്ടെത്തണം. പിന്നെ അടുത്ത ഏകദേശം ഒരു 10-12 മാസത്തേക്ക് വളരെ ഭംഗിയായിട്ട് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനുള്ള ഒരു ക്യാഷ് ഫ്ലോ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലിക്വിഡിറ്റിയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിട്ടയർമെന്റ് കോർപ്പസ്, ഒരു പ്രൈഡ് കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്നതാണ്. ഇപ്പൊ സപ്പോസ് താങ്കളിപ്പോ ഒരു 50-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആവണം എന്ന് വിചാരിച്ചോ, അടുത്തൊരു 80 വയസ്സ് വരെ അല്ലെന്നുണ്ടെങ്കിൽ 90 വയസ്സ് വരെ താങ്കൾ ജീവിച്ചിരിക്കണമെങ്കിൽ 30-40 വർഷത്തേക്ക് നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻകം തരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്നതാണ്. അപ്പൊ അതിനിടക്ക് ചിലപ്പോൾ മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ സഹായിക്കുകയോ അങ്ങനെയുള്ള പല സംഭവങ്ങൾ കടന്നു വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കോർപ്പസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നാലാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മന്ത്ലി ഇൻകം, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മന്ത്ലി ഇൻകം ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറെ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലോട്ടിന്റെ ഓരോ പോർഷൻ അങ്ങനെ വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് റിട്ടയർമെന്റ് സമയത്ത് ലംസമായിട്ട് വലിയ എമൗണ്ട് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മന്ത്ലി ഇൻഫ്ലോ, അതായത് പണ്ട് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് സാലറി എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ എല്ലാ മാസം എന്നോളം നമ്മളെ എക്സ്പെൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു ഇൻകം ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു റിട്ടയർമെന്റ് റെഡിനെസ്സിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ഡെറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവണം, നമുക്ക് അടുത്തൊരു 30-40 വർഷം ജീവിക്കാനുള്ള ഒരു കോർപ്പസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം, പിന്നെ അതോടൊപ്പം തന്നെ ഒരു മന്ത്ലി ഇൻകം നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫിനാൻഷ്യലി വൈസ് നമ്മൾ ഒരു റിട്ടയർമെന്റിന് റെഡി ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫിനാൻഷ്യലി മാത്രം റെഡിയായ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ റെഡി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത് അടുത്ത 25 അല്ലെങ്കിൽ 30-40 വർഷമാണ്. ഈ 40 വർഷം ഒന്നുമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ട് വേറെ ഒന്നിനുമില്ല. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ പൊസിഷനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു പർപ്പസ് വേണം. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സർവീസ് ആയിരിക്കാം, സ്പിരിച്വാലിറ്റി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറെ ട്രാവൽ ചെയ്യുക എന്നതായിരിക്കാം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം, ആ ഒരു ഇഷ്ടം, ഇത് രണ്ടും കൂടി കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ റിട്ടയർമെന്റ് എന്നുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത്. അല്ലാതെ 60-ാമത്തെ വയസ്സിൽ ജോലി ഉപേക്ഷിക്കുന്ന സംഭവം അല്ല റിട്ടയർമെന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 50-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകാം, 45-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകാം. വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ 70-ാമത്തെ വയസ്സിലും ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യേണ്ട സാഹചര്യം വരാം. ഇത് ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുടെയും. നിങ്ങൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനത്തിന് ബേസ് ചെയ്തിട്ടാണ് അടുത്ത 5 വർഷമോ 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറുന്നത്. ഏകദേശം ഒരു 15-20 വർഷം മുമ്പ് ഞാൻ എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്കിഷ്ടമുള്ള സമയം എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ എനിക്ക് ചെലവഴിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പം ഞങ്ങളുടെ റിട്ടയർമെന്റായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് സർവീസ് എന്തെങ്കിലും താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് റിട്ടയർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട പുതിയ വളരെ റെലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.